ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ഒരു കറിയാണ്, ചക്കക്കുഞ്ഞ് കറിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് നമ്മളിതുപോലെ തേങ്ങ വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിച്ച് കഴിഞ്ഞ് അതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ നല്ലപോലെ നമ്മൾ അതിൻ്റെ അകത്തിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. കരിയാൻ പാടില്ല, ഒരു കാരണവശാലും ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് ആകാൻ പാടില്ല. ഇതിനകത്ത് വരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെക്കേണ്ടത് ചക്കയുടെ കൂഞ്ഞെന്ന് പറയുമ്പം ഇവിടെ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ ചക്കച്ചുളയുടെ കൂടെ ഇരിക്കുന്ന ഒരു പാർട്ടില്ലേ, ആ ഒരു പാർട്ട് നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ട് ചീത്ത വശങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് ചെറിയ സ്ക്വയർ ക്യൂബ്സായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ചെറിയ ഉള്ളി അതുപോലെ തന്നെ ചക്കക്കുരുവും നമ്മൾ കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കി വെക്കും. അത് ഒരു സൈഡിൽ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ലൈറ്റ് ബ്രൗൺ കളർ ആയി കഴിഞ്ഞ് നമ്മളത് മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ട് കുറച്ച് കടുക്, അതുപോലെ തന്നെ കറിവേപ്പില, അതുപോലെ വറ്റൽമുളക്, ഇതെല്ലാം നമ്മുടെ കയ്യിൽ നമ്മൾ എടുത്ത് വെക്കുക. ഇതിങ്ങനെ വാങ്ങിയെടുത്ത ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ട് എടുക്കാം. നമ്മൾ സെയിം എണ്ണയിൽ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിനകത്തിലേക്ക് ഇനി ഫസ്റ്റ് വറ്റൽമുളക് ഇടുന്നു. ഒരു വറ്റൽമുളക് മതി, ഒരുപാടൊന്നും വേണ്ട. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ അതുപോലെ അതൊന്ന് മാറുമ്പോൾ കടുക് എടുത്തിടുന്നുണ്ട്. കടുക് ഒന്ന് കഴിയുമ്പോഴത്തേന് നമുക്കിനി മസാലകൾ ഇടാനായിട്ടുണ്ട്. ആദ്യമേ തന്നെ നമ്മൾ മസാല ഇട്ടിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. മല്ലിപ്പൊടി ആവശ്യത്തിന്, നമ്മളിവിടെ ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി ഏകദേശം ഇടുന്നുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ അത് ഉണക്കി കൊണ്ടുവന്ന് പൊടിപ്പിച്ചതാണ്, കടയിൽ നിന്ന് മേടിച്ചതൊന്നുമല്ല, ഫ്രഷ് ആയിട്ടുള്ളതാണ്. മുളക് പൊടി നമ്മൾ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത്. 2 സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ടു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി. അപ്പം നല്ലതായിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂത്ത് പച്ചമയം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ പച്ചമയം ഒന്ന് മാറിക്കഴിഞ്ഞ ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇൻഗ്രീഡിയൻസ് ചക്കക്കുഞ്ഞും ചക്കക്കുരുവും അതുപോലെ തന്നെ ചെറിയ ഉള്ളി ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് 1-2 കറിവേപ്പിലയും കൂടി ഇടുന്നതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. കണ്ടില്ലേ, ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇങ്ങനെ നമ്മൾ ഇടുക. ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മസാല നേരത്തെ ഒന്ന് ചൂടാക്കിയായിരുന്നല്ലോ, അപ്പോൾ അത് ഇതിനകത്തിൽ നല്ലപോലെ ഒന്ന് പുരട്ടി എല്ലാ പീസസിലും അത് നല്ലപോലെ പിടിച്ചാൽ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, കണ്ടില്ലേ, ഇതാണ് ഇതിനകത്തിലെ മെയിൻ പാർട്ട്. നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് എല്ലാത്തിലും പിടിച്ചു കഴിഞ്ഞാലേ അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളൊരു ചെറിയ പാത്രത്തിൽ ചൂടുവെള്ളം നമ്മൾ എടുത്ത് വെക്കണം. കാരണം ഇതിനകത്തിലേക്ക് ഒരു കാരണവശാലും തണുത്ത വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അത്ര ശരിയാവില്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്തിൽ പാകത്തിനുള്ള ഉപ്പിട്ട് വീണ്ടും നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാ പീസസിലും കറക്റ്റായിട്ട് അത് യോജിച്ച് കഴിഞ്ഞ ശേഷം മാത്രമാണ് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് ചൂടാക്കാനായിട്ട് അടുപ്പിൽ. അപ്പോൾ ആ വെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞ് ഈ കഷ്ണങ്ങളെല്ലാം നല്ല രീതിയിൽ അത് വെന്താൽ മാത്രമേ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇത് ഞാൻ പറയുന്നത് ഇപ്പം നമ്മുടെ ഒരു ക്ലൈമറ്റിലൊക്കെ ഇഷ്ടം പോലെ ഇത് കണ്ടില്ലേ, വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യണം. നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സാധനമാണ് ചക്ക. എല്ലായിടത്തും ഇപ്പോൾ ചക്ക നല്ലപോലെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ്. ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാക്കൊത്ത് വറുത്തെടുത്തത് അതിനകത്തിലേക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇനി കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യണം. നമുക്കിനി ഗരം മസാലയും കൂടി ഇടാനായിട്ടുണ്ട്. ഒരു 3 സ്പൂൺ ഗരം മസാല അതിൻ്റെ അകത്തിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അതൊന്ന് യോജിപ്പിക്കണം. എല്ലാമായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞ് ആ വെള്ളമെല്ലാം പറ്റി കഴിയുമ്പോഴാണ് നമ്മളത് വാങ്ങേണ്ടത്. അപ്പോൾ നമുക്കിനി കുറച്ച് വെയിറ്റ് ചെയ്യാം. ഇത് അടച്ച് വെച്ച് നല്ലപോലെ അതിൻ്റെ വെള്ളമെല്ലാം പറ്റി റെഡിയായി കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാം. ഇതിപ്പം ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. നല്ലപോലെ കറി റെഡിയായി. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. താങ്ക് യു.